Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് iQOO Z9ന്റെ ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം iQOO Z9 വരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ ഈ ഡിവൈസിൽ 44 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ചാർജിങ് അഡാപ്റ്റർ. 44 വാട്ട് ഫ്ലാഷ് ചാർജ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും അതേപോലെ ഇതിനകത്ത് വരുന്ന വിവോന്റെ 44 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാർജർ ഉപയോഗിച്ച് iQOO Z9 ഒന്ന് ചാർജ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എത്ര ടൈം എടുക്കും ഈ 5000 mAh ബാറ്ററി ചാർജ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ചാർജിങ് ടെസ്റ്റിൽ നമ്മൾ 1 to 100% ആണ് ചാർജ് ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ 44 വാട്ട് ഫ്ലാഷ് ചാർജർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ചാർജിങ് ടെസ്റ്റ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് കണക്ട് ചെയ്യാം. അതിൽ ചാർജറിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1% കാണാൻ നമുക്ക് 1% ബാറ്ററിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാറ്ററി ചാർജിങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 5 മിനിറ്റ് ചാർജിങ്ങിൽ എത്ര ബാറ്ററി ആയി നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 36.5 ആണ്, 6 ആണ് ടെമ്പറേച്ചർ. അപ്പോൾ അത്ര വലിയൊരു ഹീറ്റിംഗ് ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ 5% ബാറ്ററിയാണ് ആയിരിക്കുന്നത് 5 മിനിറ്റ്സ് ഓഫ് ചാർജിങ്ങിൽ. അപ്പം 5 മിനിറ്റ്സ് ചാർജിങ് ചെയ്യുമ്പോൾ 5% ബാറ്ററി ആയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 1%, 1 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് അടുത്ത ഒരു ടൈമിൽ നോക്കാം. 10 മിനിറ്റിൽ ബാറ്ററി എത്ര ആയി നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും തന്നെ ടെമ്പറേച്ചർ ഒന്ന് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. 36.9 ചെറിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എന്നാലും 36.9 ചാർജിങ് ചെയ്യുമ്പോൾ വളരെ ഒരു നോമിനൽ ടെമ്പറേച്ചറാണ്. ഇൻക്രീസ് ഒന്നും പറയാനില്ല ആക്ച്വലി. അപ്പോൾ 10 മിനിറ്റ്സിൽ 12% ആയിരിക്കുകയാണ്. ചെറിയതായിട്ടൊന്ന് സ്പീഡ് കൂടിയിട്ടുണ്ട്. 10 മിനിറ്റിൽ 12% ബാറ്ററി ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചാർജിങ് സ്പീഡ്. ഒരു ആവറേജ് 1% ഇൻ 1 മിനിറ്റ് എന്നുള്ളതായിരിക്കുകയാണ്. അപ്പോൾ ഇനി 22 മിനിറ്റ് ആയിരിക്കുകയാണ്. 22 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ 22 മിനിറ്റ്സിൽ എത്ര ബാറ്ററി നോക്കാം. 22 മിനിറ്റ്സിൽ 28% ബാറ്ററി ആയിരിക്കുകയാണ് iQOO Z9ൽ. അപ്പോൾ വീണ്ടും തന്നെ കുറച്ചൊരു സ്പീഡ് ഉണ്ടെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പോൾ അരമണിക്കൂറായി. ഹാഫ് ആൻ അവർ ഓഫ് ചാർജിങ്ങിൽ എത്രയായി നോക്കാം. 41% ആയിരിക്കുകയാണ് ഹാഫ് ആൻ അവർ ഓഫ് ചാർജിങ്. ഈവൻ നൗ 50% ആയിട്ടില്ല. 30 മിനിറ്റ്സിൽ 41%. ഇനി 47 മിനിറ്റായി നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 47 മിനിറ്റിൽ എത്രയായി നമുക്ക് നോക്കാം. 64% ആയിരിക്കുകയാണ്. 47 മിനിറ്റിൽ 64% ബാറ്ററി കംപ്ലീറ്റഡ് ആണ്. ഇനി 1 മണിക്കൂറായി നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കണ്ടില്ലേ 60 മിനിറ്റ്സ് കഴിഞ്ഞു ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 60 മിനിറ്റ്സിൽ ബാറ്ററി എത്രയും നോക്കാം. 82%. ഇനി 18% കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ചാർജ് ചെയ്തപ്പോൾ 82% ആയി. ഇപ്പോൾ 1 മണിക്കൂറും 18 മിനിറ്റിലും ഫുൾ ചാർജ് ആയിരിക്കുകയാണ്. അതായത് 100% ചാർജ് ആയിരിക്കുകയാണ് 1 മണിക്കൂറും 18 മിനിറ്റിലും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് 78 മിനിറ്റാണ് ഫുൾ ചാർജ് ആവാൻ എടുത്തത് iQOO Z9. അപ്പോൾ ഏറെക്കുറെ നമുക്ക് അത്രയ്ക്കൊരു ഫാസ്റ്റ് ചാർജിങ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. 44 വാട്ട് ആണെങ്കിലും 1 അവർ 18 മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് iQOO Z9. ഇതിനകത്ത് വരുന്നത് Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതിനൊപ്പം തന്നെ FunTouch OS 14 Dimensity 7200 ചിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.